رب العالمين. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ പരിശുദ്ധ റമളാനിന്റെ 24ാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ നമുക്ക് നോമ്പുകളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പല പാപപ്രയോഗങ്ങളും വന്നുപോയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പരിഹരിച്ച് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണ രീതിയും അതിന്റെ മഹത്വങ്ങളുമാണ് നാം പറഞ്ഞു വന്നിരുന്നത്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഓതുന്നതിന് മുമ്പ് അഊദു ഓതുക എന്നത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ ശപിക്കപ്പെട്ട അടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും നിങ്ങൾ കാവലിനെ ചോദിക്കണമെന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, പരിശുദ്ധമായ ഖുർആനിനെ ആദരിക്കലാണ് അഊദു ചൊല്ലുക എന്നത്. ഖുർആന്റെ താക്കോലാണെങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലവനും അല്ലാഹുവിൽ അഭയം തേടിയാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്കും പിശാചിനും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 300 മറകളിടും. 300 മറകൾ. ഓരോ മറയും ആകാശഭൂമികൾക്കിടയിലുള്ള അകലത്തോളം വലിപ്പമുണ്ടാകും. അത്രത്തോളം വലിപ്പമുള്ള 300 മറകൾ അവന്റെയും പിശാചിന്റെയും അഴുതു ഓതിയവന്റെയും പിശാചിന്റെയും ഇടയിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നു. പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പിശാചിന് കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിൽ അഭയം കൊള്ളുകയും പിശാചിൽ നിന്ന്, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും എന്ന് പറയാനുള്ള കാരണം, ആ കൽപ്പന കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അരുളുന്നത് അള്ളാഹുവിങ്കൽ തവക്കുൽ ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹുവിങ്കൽ തവക്കൽ ചെയ്യുന്ന മുഅ്മിനീകളിലേക്ക് കടന്നു ചെല്ലാൻ പിശാചിന് യാതൊരു അവകാശവുമില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. കാരണം അവർ പിശാചിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ അഭയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹുവിൽ സ്വയം സമർപ്പിച്ച അവരെ ദ്രോഹിക്കാൻ പിശാചിന് സാധ്യമല്ല എന്ന് അള്ളാഹു പറയുകയാണ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, റബ്ബേ നിന്നോട് ഞാനിതാ പിശാചിന്റെ ദുഷ്പ്രവണതകളിൽ നിന്നും അഭയം തേടുന്നു, ആ പിശാചുകളുടെ സാന്നിധ്യത്തിൽ നിന്നും നിന്നിൽ ശരണമർപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിൽ കാണാം. വിശുദ്ധമായ ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് കാണാം, നബിയെ തങ്ങൾ പറയുക, പ്രഭാതത്തിനാഥനെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു. വേറെ സ്ഥലത്ത് കാണാം, നബിയെ തങ്ങൾ പറയണം, മനുഷ്യന്റെ റബ്ബിനെ കൊണ്ട് ഞാനിതാ അഭയം തേടുന്നു. ഇങ്ങനെ അഭയം തേടുക എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. രാജാവിന്റെ മുമ്പിൽ പോകുമ്പോൾ മറ്റുമൊക്കെ നമ്മൾ കാഴ്ച വസ്തു വെക്കുന്നത് പോലെ
നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മൾ കൂട്ടിടുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ പിശാചിന്റെ സാന്നിധ്യമില്ലാതിരിക്കാൻ അഊദു എന്ന വാക്കുകൊണ്ട് അവൻ തേടിക്കൊണ്ടായിരിക്കണം വിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു കാലം ഖുർആനിലേക്ക് അടുക്കാൻ എന്തോ ഒരു പ്രയാസം വന്ന സമയത്താണ്, ഖുർആൻ ഓതാൻ ഒരു മടിവെന്ന് വരുന്ന സമയത്താണ് ഇത് പിശാചിന്റെ ചതിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അല്ലാഹുവിനോട് പിശാചിനെ തൊട്ട് അഭയം തേടാൻ പറഞ്ഞത് എന്ന ഹദീസുകളിൽ കാണാം. അബൂദർ റളിയല്ലാഹു അൻഹു വരുന്ന ഹദീസിൽ കാണാം, മനുഷ്യ പിശാചിൽ നിന്നും ജിന്നി പിശാചിൽ നിന്നും നീ അല്ലാഹുവിനോട് അഭയം തേടിയോ? ആ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മനുഷ്യരിലുമുണ്ടോ പിശാച്? തിരിച്ചു ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആൺമാരെ, ജിന്നി പിശാചിനേക്കാളും ദ്രോഹം മനുഷ്യ പിശാചിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ അഊദു ചൊല്ലിയാൽ പിശാച് പറയും, നീ എന്റെ മുതുകൊടിച്ചിരിക്കുന്നു, എനിക്കിനി ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് പിശാച് അവിടുന്ന് ഓടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും മഹത്തായ ഖുർആനിലേക്ക് നാം കടക്കുമ്പോൾ പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളാണ് നാം പറഞ്ഞത്. 7 ആയത്തുകളെയും അതിന്റെ വ്യാഖ്യാനവും അതിന്റെ അർത്ഥങ്ങളും എങ്ങനെയാണ് ഓതേണ്ടതെന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ചർച്ച ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ തന്നെ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ, ഒരുപാട് മഹത്വങ്ങളുണ്ട്. ശൈഖ് തമീം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഒരിക്കൽ പറയുകയുണ്ടായി, മിൽത്താൻ എന്ന പ്രദേശത്ത് കോളറ പടർന്നു പിടിച്ചു, ആകെ കോളറ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ശൈഖ് തമീം റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങളോട് അപേക്ഷിച്ചു, കോളറയോ അല്ലെങ്കിൽ പ്ലേഗോ അങ്ങനെയുള്ള രോഗങ്ങൾ ബാധിച്ചവർക്ക് ബിസ്മി ഉൾപ്പെടെ ഫാത്തിഹ ഓതി മന്ത്രിക്കാൻ കൽപ്പിക്കുകയാണ്. ഒടുവിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മന്ത്രിക്കുകയാണ്. അങ്ങനെ അവസാനം ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഇസ്ഫി എന്ന് ഊതാനും പറഞ്ഞു. ഫൂന്നല്ല, ഇസ്ഫി 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 ശിഫയാക്കുകയാണ്. ഫൂന്ന് ഓതുന്നതിന് പകരം ഇസ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുമ്പോൾ അതിനൊരു ശമനമുണ്ടാകും. അങ്ങനെ തമീം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതനുസരിച്ച് അവരുടെ ശിഷ്യന്മാർ ഈ സംഗതി ചെയ്യുകയാണ്. കോളറയും അതുപോലെ പ്ലേഗുമൊക്കെ പിടിപ്പെട്ട സ്ഥലങ്ങളിൽ ഫാത്തിഹ ഓതി മന്ത്രിക്കാൻ അദ്ദേഹം കൽപ്പിച്ചത് പ്രകാരം ഞങ്ങൾ അനുസരിച്ച് അതേപോലെ ചെയ്തപ്പോൾ പൂർണ്ണമായി ഫലം കണ്ടു എന്ന് തമീം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാർ രേഖപ്പെടുത്തുന്നു. ഫാത്തിഹ ബിസ്മി ഉൾപ്പെടെ 41 വട്ടം ഓതണം. പിന്നെ രോഗിയെ ഊതുകയും ഞാൻ പറഞ്ഞതുപോലെ ഇസ്ഫി എന്ന് ഊതുകയും വേണം. എന്നാൽ അത് അവന്റെ രോഗം സുഖപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഒരാൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് തെറിച്ചു പോയാൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ 41 വട്ടം വീതം നിത്യേനെ നിസ്കാരത്തിന്റെ ശേഷം ഏത് നിസ്കാരത്തിന്റെ സുബഹി നിസ്കാരത്തിന്റെ സുന്നത്തിന്റെയും സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് കഴിഞ്ഞ് സുബഹി നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പായി
41 വട്ടം വീതം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഓതി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത് തിരിച്ചു നൽകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇത് 41 ദിവസം തുടരണം. 41 വട്ടം ഫാത്തിഹ 41 ദിവസം മുടങ്ങാതെ തുടർന്നു കഴിഞ്ഞാൽ, എന്നാൽ ഒരു ഭംഗവും വരാത്ത രീതിയിൽ അവൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാനമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥാനങ്ങളോ അല്ലാഹു അവർക്ക് നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. എല്ലാത്തരം വേദനകളും സുഖപ്പെടാൻ അതുകൊണ്ട് സാധിക്കും. സുബഹിന്റെയും സുബഹിന്റെ സുന്നത്തിന്റെയും സുബഹിന്റെയും ഇടയിലുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. ആ സമയം നമ്മൾ കൃത്യമായ ദിവസവും 41 വട്ടം ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞാൽ സർവ്വവേദനകളും നമുക്ക് പരിഹരിച്ചു തരുമെന്നാണ്. രോഗങ്ങളും അതുപോലെ വേദനകളും അതുപോലെ തന്നെ നേത്ര രോഗങ്ങൾ, കണ്ണ് രോഗങ്ങൾ, ഇതൊക്കെ സുഖപ്പെടാൻ സാധിക്കും. പക്ഷെ നീയത്ത് നന്നാവണം എന്ന് മാത്രം, വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഫാത്തിഹയുടെ ഈ രഹസ്യം അനുഭവിച്ചാൽ അറിയുന്നവർ, അറിഞ്ഞവർക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അനുഭവിച്ചറിയാനൊരു തൗഫീഖ് കൊടുക്കണം. അവർക്ക് മാത്രമേ അത് സാധിക്കൂ. മഹാന്മാരായിരിക്കുന്ന ഫാത്തിഹയുടെ കളങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പറയുകയുണ്ടായി, വല്ലവനും 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നു, ഓരോ നിസ്കാര ശേഷവും ഓതിയാൽ അയാളത് തുടരുന്ന കാലത്തോളം അല്ലാഹു അയാൾക്ക് വിജയ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കും. ഭൗതികവും ആധ്യാത്മികവുമായ അയാളുടെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു അദ്ദേഹത്തിന് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ഉള്ളതിൽ കാണാം. പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി നിന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിച്ചു. ഉടനെ തന്നെ ദിവ്യ സന്ദേശം ലഭിച്ചു. അക്ഷരമില്ലാത്ത സൂറത്ത് പാരായണം ചെയ്യാൻ ആപത്തിന്റെ പ്രതീകമാണ് ഫാദ്. അതുകൊണ്ട് അത് ഫാത്തിഹയിലില്ല. ആ സൂറത്ത് 40 വട്ടം ഒരു പാത്രം ജലത്തിൽ ഓതാനാണ് കൽപ്പന. ആ രീതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുകയും ആ വെള്ളം കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖവും കൈകാലുകളും തലയും ദേഹവും ഉള്ളും പുറവും ഒക്കെ കഴുകുവാനുമാണ് കൽപ്പനയുണ്ടായിരുന്നത്. അതേ രീതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അസുഖം, രോഗം നീങ്ങുമെന്ന് അല്ലാഹു അറിയിക്കുകയാണ്. ഇമാം ശുഅബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കലാശമായ ഊരവേദനയുണ്ടായപ്പോൾ ഇവന് ശഅബിക്ക് കലാശമായ ശക്തമായ ഊരവേദന ഉണ്ടായ സമയത്ത് പ്രതിവിധിയായി ഖുർആനിന്റെ അടിത്തറയായ ഫാത്തിഹ ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ ഇല്ല സാം. ഫാത്തിഹ സൂറത്ത് മരണമില്ലാത്ത സർവ്വ രോഗത്തിനും പ്രതിവിധിയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫാത്തിഹയിൽ 70 രോഗങ്ങൾക്ക് ശമനമുണ്ട്. രോഗപീഠങ്ങളും വേദനകളും അത് അകറ്റുന്നു. അത് എഴുതി ചുമക്കുകയോ മന്ത്രിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ ശമനമുണ്ടാകുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തുന്നു. ശുമൂസുൽ അൻവാർ പോലത്തെ അതുമായ രഹസ്യങ്ങൾ, സീറത്തുൽ അസ്റാർ പോലത്തെ ഖുർആനിന്റെ അത്ഭുത രഹസ്യങ്ങളുള്ള ചില കിതാബുകൾ അതിന്റെ മഹത്വം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന മതിയല്ലോ, നിങ്ങൾക്ക് സൂചന മതി. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ദിവസവും ഒരു 11 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഏത് ഓതുകയാണെങ്കിലും നിത്യമാക്കണം. അവിടെ ദിവസം നമ്മൾ 100 വട്ടം ചെല്ലുമെന്ന് നിയത്ത് ചെയ്ത് ഒരു ദിവസം ചെല്ലൂല, ഒരു ദിവസം ചെല്ലും, ഒരു ദിവസം ചെല്ലൂല, ആ രീതിയിലല്ല. നമുക്ക് ഓതാൻ കഴിയുന്നത് അല്ലെങ്കിൽ ചൊല്ലാൻ കഴിയുന്നത് അതൊരു നിയത്ത് വെക്കുക. 11 വട്ടം അത് ദിവസം ഞാൻ ചെല്ലും. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ
ഒരുപാട് രോഗങ്ങൾ ശമനം ലഭിക്കുവാനും സൂറത്തുൽ ഫാത്തിഹയുടെ മാസ്മരിക ശക്തി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ 1 മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തു എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്ത സ്വതക്കകൾ, അതുപോലെ തന്നെ നോമ്പ് തുറകൾ, അതുപോലെ നിസ്കാരം, തറാവീഹ്, മറ്റ് നിസ്കാരങ്ങൾ എല്ലാം നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും ഇനിയുള്ള ദിവസങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യേണ്ട സന്ദർഭമാണ്. അവസാന നിമിഷങ്ങളാണ്. ഈ നിമിഷത്തിലാണ് നമ്മുടെ ആദ്യം ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലവും സ്വീകാര്യതയും ഒക്കെ അവസാനത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ നാം കളഞ്ഞു കുടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ